1986 മുതൽ കാണുന്ന ആൾക്കാരാണ് പഠിച്ചതും, ഒപ്പം പഠിച്ചവരും, ഒപ്പം ജോലി ചെയ്തവരും, ഒപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തവരും ഒക്കെ വരുള്ളവരാണ്. അവരങ്ങനെ നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അന്ന് എല്ലാം സമാധാനമായിട്ടിരിക്കൂ, സമാധാനമായല്ലോ, കുഴപ്പമില്ല, എല്ലാം കണ്ടെത്തി, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പോയവരാണ് പിന്നീട് അത് പിന്നെ ഒരു ട്വിസ്റ്റ് നടന്നത്. അത് എന്താണ് എന്നോട് അവരങ്ങനെ പെരുമാറിയെന്ന് അറിയുന്നില്ല. അത് ശരിയല്ല. അത് എനിക്ക് ഇനി നമുക്കൊരു ഡിപ്പാർട്ട്മെന്റ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ സഹായം കൂടിയേ തീരും. ശത്രുപക്ഷത്ത് നിന്ന് പോകാൻ പറ്റുന്ന ഒരു രംഗമല്ല. കാരണം ഒരു രോഗി ബുദ്ധിമുട്ടിലായി കഴിഞ്ഞാൽ പല എല്ലാ ഡോക്ടർമാരും സഹകരിച്ചാണ്, ഒരു ഡോക്ടർ ഒറ്റയ്ക്കല്ല. അങ്ങനെ കുറച്ചുപേര് ശത്രുപക്ഷത്തും കുറച്ചുപേര് ഇങ്ങനെ നിന്നാലും മാറി നിന്നാലൊന്നും നടക്കില്ല. ഞാൻ ഒറ്റയ്ക്ക് ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. ഒരു വലിയൊരു ശക്തി മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റില്ല. അത് നമുക്ക് ഒരാളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ഇത് നമുക്ക് നമ്മുടെ സൈഡിൽ തെറ്റുകളൊക്കെ കണ്ടുപിടിക്കാൻ ഇങ്ങനെ കുറെ പേര് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ടാണ്. അസ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഇത് ഉപകരണം പോലും അവർക്കറിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ എന്നെ വിളിക്കാമല്ലോ. ഞാൻ അവിടെ ഉണ്ട്. ഞാൻ അന്ന് ആ മെഡിക്കൽ കോളേജിലുള്ള സമയത്താണ് അവരത് ചെയ്യുന്നത്. ഒരു ക്ലാരിഫിക്കേഷനും ചോദിച്ചില്ല. ഫോണിൽ കൂടെ നേരിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളിനെ വിട്ടിട്ടോ എന്നിട്ട് നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്താണ്, ആരാണ് കയറുന്നത്, എന്താണ് എന്നുള്ളത് ഈ ലോകത്തിനോട് പറയുന്നതിന് മുമ്പേ ഒരു വാക്ക് എന്നോട് ചോദിക്കാമല്ലോ. അത് ഞാനത് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞതായിരിക്കാം അവരെ വിഷമിപ്പിച്ചത്. അത്